ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ക്രൈറ്റ്സ് കോളേജിൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയെന്നുള്ളത് കാര്യം. ആ അഡ്മിഷൻ കിട്ടുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പറയാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാർട്ട്ണറാണ് എനിക്കിങ്ങനെ അങ്ങനെ ചെയ്തോ ആ കോളേജിൽ കൊടുത്തോ, കാരണം ഞാൻ വേറെ എവിടെയും കൊടുത്തിട്ടില്ല, ഞാൻ ക്രൈറ്റ്സ് കോളേജിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഒന്നാമത് ലാംഗ്വേജിൻ്റെ ഇഷ്യൂ, പിന്നെ ഞാൻ ഇന്നേ വരെ നമ്മളുടെ കേരളം വിട്ട് പുറത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഞാൻ തിങ്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിത് കൊടുത്തത്. എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു കോളേജിൽ ചേരാൻ, കാരണം നമ്മൾ ഇന്നേ വരെ പോകാത്തൊരു ഏരിയ ആണല്ലോ. അങ്ങനെ ഞാൻ കൊടുത്ത് എക്സാമിന് ഞാൻ ഒരു ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഡിസംബർ 7th വരെയോ അങ്ങനെ എന്തോ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്യാൻ. ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 14th എക്സാമിൻ്റെ ഡേറ്റ് വന്നത്. അങ്ങനെ 14th ഡേറ്റ് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു പ്രിപ്പറേഷൻസും ചെയ്തിട്ടില്ല. കാരണം എങ്ങനെയാണ് ഇവിടുത്തെ സിലബസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊന്നും ഇവർ തരുന്നില്ല. അപ്പം ഏത് ടൈപ്പ് എക്സാം ആണ്, എങ്ങനെയാണ്, എന്താ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കുറേ യൂട്യൂബൊക്കെ കണ്ടു. യൂട്യൂബിലൊക്കെ കണ്ടപ്പം അവരൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. കാരണം ഒരു എന്താ പറയുക, അത്രയും ഒരു എന്താ പറയുക, എങ്ങനെയപ്പോൾ അത് പറയേണ്ടത്, ഭയങ്കര ഡിഫിക്കൽറ്റിയാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. അപ്പോൾ എനിക്കൊന്നും കൂടെ സ്ട്രെസ്സ് കൂടി. എനിക്ക് എന്തായാലും കിട്ടൂല, ഞാൻ എന്തായാലും പോകണ്ടെന്നുള്ളൊരു മൈൻഡിലെത്തി. ഞാൻ ഇവർ ഡേറ്റ് മാറ്റും എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇവർ ഡേറ്റ് ഒന്നും മാറ്റിയില്ല. ആ ഡേറ്റിൽ തന്നെ ഒന്ന്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ 5th സെം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 5th സെം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണ്. 6th സെം എൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്താണ് ഇത്ര നേരത്തെ ഒരു അഡ്മിഷൻ എടുക്കുമോ ഇതൊന്നും അറിയില്ല. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഒരു ദിവസം പെട്ടെന്നാണ് എനിക്ക് ഹോൾ ടിക്കറ്റ്, നൈറ്റാണ് ഇവർ ഹോൾ ടിക്കറ്റ് അയക്കുന്നത്. ഹോൾ ടിക്കറ്റ് അയച്ചു. 3rd ഡേ എനിക്ക് എക്സാം. അപ്പോൾ ഹോൾ ടിക്കറ്റ് വന്ന് നെക്സ്റ്റ് ഡേ എനിക്ക് പോകണം. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് 10th 12th ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കയ്യിൽ വെക്കണം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഞാൻ പോയി. ഞാൻ കോളേജിൽ പോകുമ്പോഴൊക്കെ ആ ട്രെയിൻ കയറുന്ന ടൈമിലൊക്കെ എനിക്ക് ഹാർട്ട് ഭയങ്കരമായിട്ടിരിക്കും. ഞാൻ എന്താ അവിടെ പോയിട്ട് ചെയ്യുക, കാരണം ഒന്നും അറിയൂല. ഒരു എക്സാമിൽ ബേസിക്കായിട്ട് നമ്മളവിടെ പോയി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പോലും അറിയില്ല. പക്ഷേ ഇവരൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് യൂട്യൂബ് ചാനലിൽ കുറച്ച് കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഡിപ്പെൻസ് നമ്മളുടെ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് തോന്നിയത് എന്താണോ അവർ ചോദിക്കുക, അതാണ് മൈക്രോ പ്രസൻറ്റേഷനിലൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ എത്തി, ബാംഗ്ലൂർ എത്തി. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരൊന്നും എനിക്ക് അന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, ടെൻഷൻ കാരണം. ഞാനവിടെ എത്തി. നെക്സ്റ്റ് ഡേ മോർണിംഗ് 9 o'clock എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. ഞാൻ കോളേജിലെത്തി കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ല. കോളേജ് അടിപൊളി കോളേജായിരുന്നു. അപ്പം കോളേജ് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ എക്സാമിൽ പാസ്സാവോ ഇല്ലേന്നൊന്നും അറിയില്ല. പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെ ഞാൻ കോളേജിലെത്തിയപ്പോൾ എനിക്കൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. ടെൻഷനായിട്ട് ഞാൻ എത്തിയ ടൈമിൽ ആരും ഇല്ലായിരുന്നു, കുറച്ച് പേരേ ഉള്ളായിരുന്നു. ടെൻഷനായിട്ട് എത്തി. അങ്ങനെ ഓരോ MBA BBA അങ്ങനെ ഓരോന്ന് സെക്ഷനായിട്ട് വിളിക്കാൻ തുടങ്ങി. ലാസ്റ്റ് MSW വിളിച്ചു. MSW വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. അങ്ങനെ അവിടെ എക്സാം എഴുതാൻ വേണ്ടി പോയി കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് എക്സാം എഴുതി. എനിക്ക് ഫസ്റ്റ് ഉള്ളത് സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റാണ്. സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റിൽ ഒരു A4 ഷീറ്റിൻ്റെ 2 സൈഡിൽ ക്വസ്റ്റ്യൻസ് തരും. ക്വസ്റ്റ്യൻസ് നമ്മൾ 10 minutes ടൈം തരിക. 10 minutes രണ്ടും കംപ്ലീറ്റ് ചെയ്യണം. ഇംഗ്ലീഷിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ 2 ഫാക്കൽറ്റീസ് ഉണ്ട് അവിടെ. അവരെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് നമ്മളുടെ മാർക്ക് ഷീറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കണം. എന്നിട്ട് അവർ ആ മാർക്ക് അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് ഓക്കെ ആണ്, അതായത് 50% മാർക്കാണ് വേണ്ടത് അവിടെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 50% നമുക്ക് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻ്റർവ്യൂവിന് പറഞ്ഞയക്കുള്ളൂ. അങ്ങനെ ഇൻ്റർവ്യൂവിന് എന്നെ പറഞ്ഞയച്ചു. ഇൻ്റർവ്യൂവിന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം പിന്നെ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞതിന് ശേഷം ആദ്യമൊന്നും പ്രശ്നമൊന്നുമില്ല. അവർ നോർമൽ എല്ലാവരോടും ചോദിക്കുന്ന രീതിയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചോദിച്ചു. പിന്നെ ഞാൻ HR ആണ് എടുത്തത്, HRDM ആണ് എടുത്തത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് ഞാൻ എടുത്തത്. അതിനെ കുറച്ച് കോർപ്പറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ BSWയിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് പഠിച്ചത്, കുറച്ച് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് മൈക്രോ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയില്ല മൈക്രോ പ്രസൻറ്റേഷൻ ആണ് അവർ ചോദിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അവർ ജസ്റ്റ് ഇങ്ങനെ പറയും. നമുക്കൊരു ഫ്യൂ സെക്കൻഡ് ടൈംസ് തരും അവർ. അത് തന്നിട്ട് നമുക്കൊരു ടോപ്പിക് തരും. എനിക്ക് കിട്ടിയിരുന്നത്
എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് കിട്ടിയത്. ജെൻഡർ ഇക്വാലിറ്റീനെ കുറിച്ചിട്ട് ഞാൻ 1 മിനിറ്റ് നേരം സംസാരിക്കണം. അവരത് 1 മിനിറ്റ് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പറയും, ഒന്നും പറയില്ല, നമ്മൾ മെയിൽ അയക്കുമെന്ന് പറയും, എന്നിട്ട് പൊക്കോളാൻ പറയും. വേറെ ഒരു കാര്യവും പറയില്ല, നമ്മൾ സെലക്ട് ആയിന്ന് ഒന്നും നമ്മൾ അന്നേരം അറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുൾ എനിക്ക് ടെൻഷനായി വെച്ചാൽ എന്താ ഇങ്ങനെയാ ഒന്നും അറിയില്ല. ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ, അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടൂലെന്നൊന്നും അറിയില്ല. ഞാനൊരു ചെറുതായിട്ടൊരു വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്, ഞാനിങ്ങനെ എക്സാമിന് പോവുകയാണെന്ന് പറഞ്ഞ് കുഞ്ഞു വീഡിയോ. അപ്പോഴും എനിക്കിത് കിട്ടുന്ന ഒരു ഉറപ്പില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് 14th എക്സാം എന്നുണ്ടെങ്കിൽ എനിക്ക് 18th റിസൾട്ട് വന്നു. ഞാൻ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നു. അപ്പം എനിക്കിവിടെ ഒരു സന്തോഷം. കാരണം എല്ലാവരും ഇത് കിട്ടൂല എന്ന് വിചാരിച്ചിരുന്നൊരു സാധനം എനിക്ക് കിട്ടി. അതും ഒരുപാട് പേര് വെയിറ്റിൽ. ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണർ പറഞ്ഞ കാര്യം, അത് വിട്ടേക്ക്, അത് കിട്ടൂല, അത് എന്തായാലും എനിക്ക് കിട്ടൂല. കാരണം ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ ചെയ്തിട്ടില്ല, എനിക്കത് കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സെലക്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഇത്രയും ഒരു ഏജ്, ഇപ്പോൾ 25 ഇയേഴ്സാണ് എനിക്ക്. ഈ 25 ഇയേഴ്സിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അതായത് ഈ ഒരു 3 ഇയേഴ്സ്, പിന്നെ ഇതാ ഇപ്പോൾ ഈ ഒരു കോഴ്സിന്. അപ്പോൾ ഞാൻ എഫേർട്ട് എടുത്തിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു സാധനം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വേഗം എൻ്റെ അച്ഛനെയും അമ്മേനെയും വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ സെലക്ട് ആയി എന്നുള്ളത് പറഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് എന്ത് ഫീസിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഞാൻ സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പാർട്ട്ണറെ വിളിച്ചു പറഞ്ഞു ഞാൻ സെലക്ട് ആയി എന്ന് പറഞ്ഞു. എല്ലാവരും ഹാപ്പി. പിന്നെ ഞാൻ അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവരൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം ഫീസ് അടയ്ക്കണം. എനിക്കത് ഫീസ് എന്ന് പറയുന്നത് 1,48,000 ആയിരുന്നു. 8,000 നമുക്ക് കോഷൻ ഡെപ്പോസിറ്റ് കാര്യങ്ങളാണ്, റീഫണ്ടബിൾ അല്ല. പക്ഷേ എൻ്റെ ഈ 1 ഇയർ അക്കാഡമിക് ഇയറിലേക്കുള്ള ഫീ എന്ന് പറയുന്നത് 1,40,000 ആയിരുന്നു. അങ്ങനെ ഞാൻ അത് പേ ചെയ്യണം. അതായത് എനിക്ക് തന്ന ഡേറ്റ് എന്ന് പറയുന്നത് January 7th ഉള്ളിൽ ഞാനത് പേ ചെയ്യണം. അപ്പം എന്നെ സംബന്ധിച്ച് ആ 1,48,000 എന്ന് പറയുന്നത് വലിയൊരു തുക തന്നെയായിരുന്നു, എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും എൻ്റെ ഫാമിലീനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഓക്കെ, ഇതെനിക്കിനി കിട്ടൂല, ഞാൻ വേണ്ടാന്ന് വയ്ക്കുക. കാരണം എൻ്റെ ഉള്ളിൽ ക്യാഷ് ഇല്ല, ഞാൻ ഇനി വെറുതെ എഫേർട്ട് എടുത്ത് ഇനി അവിടെ നിന്ന് കടം വാങ്ങിയെടുത്ത് ചെയ്യണ്ട എന്നുള്ളൊരു ഇതായിരുന്നു. എനിക്കത് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കുഴപ്പമില്ല, വിട്ടുകള, ഇനിയിപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കാം, ഞാൻ വേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്തെങ്കിലും നോക്കാം, ഇത് വേണ്ടാന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം, ഒരു ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിലാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു സാധനം പോകുന്നതെന്നുള്ളൊരു സങ്കടം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ ഭയങ്കര സങ്കടമായി എനിക്ക്, വേണ്ട, അതായത് ഇങ്ങനെ ഒരു ക്യാഷിൻ്റെ പേരിലാണല്ലോ എനിക്കത് പോകുന്നതെന്നുള്ളൊരു സങ്കടം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട്, അതായത് ക്യാഷ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അപ്പോഴാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിലും എൻ്റെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് പല രീതിയിലും ക്യാഷ് എനിക്ക് സെറ്റാക്കി തന്നു. എനിക്ക് ക്യാഷ് കിട്ടി. എൻ്റെ മാമനും എല്ലാവരും എനിക്ക് ക്യാഷ് തന്നു. അങ്ങനെ ഞാൻ 1,80,000 ഞാൻ ക്യാഷ് അവിടെ പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഇനി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നു. അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ എനിക്ക് January 10th ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അവിടെ പോയി. അപ്പോഴും നമുക്കൊരു ഇൻ്റർവ്യൂ കൂടി ഉണ്ട്. ഫസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതുക, സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓരോന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വൈസ് ചാൻസലറായിട്ട് ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു. അതും വലിയ ടഫായിട്ടുള്ളതൊന്നുമില്ല, നമ്മൾ പേടിക്കേണ്ടത്. എനിക്ക് നല്ല പേടിയുണ്ട്, അയ്യോ ഇനി ഇൻ്റർവ്യൂ, ഞാൻ ഫീസ് അടയ്ക്കുകയും ചെയ്ത് ഇനി എങ്ങാനും റിജക്റ്റ് ആയി പോകുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെയും ജസ്റ്റ് നമ്മളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും പിന്നെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളും, എനിക്ക് പിന്നെ എഡ്യൂക്കേഷൻ ലോൺ വേണമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ചോദിച്ചു. അതെല്ലാം ചോദിച്ചു കഴിഞ്ഞു നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു, വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഏപ്രിലിൽ അവിടുന്ന് മെയിൽ വരും, നമ്മൾ ഇനി എന്നാണ് ബാലൻസ് ഡോക്യുമെൻറ്റ്സ്, കാരണം ഞാൻ എൻ്റെ TC മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതൊന്നും കൊടുത്തിട്ടില്ല, അപ്പം അതൊക്കെ എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡേറ്റ് വരും. അങ്ങനെ ഞാൻ ഇന്നലല്ല January 10th ഒഫീഷ്യലി ക്രൈറ്റ്സ് കോളേജിലെ ഒരു സ്റ്റുഡൻ്റായി. ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തോന്നുകയാണത്. പിന്നെ അവിടുത്തെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഗിഫ്റ്റ് എന്ന് പറയല്ല, ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫ്രൂട്ടീൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ
ഒരു സ്റ്റിക്കിൻ്റെ ചോക്കോ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചോക്കോ സ്റ്റിക്കിൻ്റെ ഒരു ഇത്, പിന്നെ ഗുഡ് ഡേയുടെ ഒരു ബിസ്ക്കറ്റ്. ഇതായിരുന്നു അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നൈസായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.